ലോസസ് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒരു ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന ലോസസ് ആയി മെൻഷൻ ചെയ്തിരിക്കുന്നത് കോപ്പർ അല്ലെങ്കിൽ ഓമിക് ലോസസ്. അതായത് റെസിസ്റ്റൻസ് കാരണമുള്ള ലോസ് ആണ് കോപ്പർ വൈൻഡിങ്സ്, അതായത് പ്രൈമറി സെക്കൻഡറി വൈൻഡിങ്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിനെ കോപ്പർ അല്ലെങ്കിൽ ഓമിക് ലോസസ് എന്ന് വിളിക്കുന്നത്. ഇനി കോർ ലോസ് എന്ന് പറയാൻ കോറിൽ ഉണ്ടാകുന്ന ലോസസ് ആണ് കോർ ലോസസ് എന്ന് പറയുന്നത്. കോറ് നമ്മൾ മെയിനായിട്ട് അയൺ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അതിനെ അയൺ ലോസസ് എന്നും പറയുന്നത്. ഇനി അതിന് ആ ഒരു ലോസ് ത്രൂ ഔട്ട് നമ്മുടെ ഒരു ട്രാൻസ്ഫോമറിന്റെ സൈക്കിളിൽ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അയൺ ഓർ കോർ ലോസസ് നമുക്ക് കോൺസ്റ്റന്റ് ലോസസ് എന്ന് വിളിക്കാം. പിന്നെ വരുന്ന ഈ അയൺ ലോസിന്റെ സബ്സിഡറി അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പ്ലിറ്റപ്പ് ആണ് എന്താ പറയാ ഹിസ്റ്റെറിസിസ് ലോസസും എഡി കറന്റ് ലോസും. അതായത് ഈ അയൺ ലോസസ് അല്ലെങ്കിൽ കോർ ലോസ് എന്ന് പറയുന്നത് ഈ രണ്ട് ടൈപ്പ് ലോസസ് ആണ്, ഹിസ്റ്റെറിസിസ് ലോസും എഡി കറന്റ് ലോസും. ഇതിൽ ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറയുന്നതിലേക്ക് നമ്മുടെ കോറിൽ മാഗ്നറ്റൈസിങ്ങും ഡിമാഗ്നറ്റൈസിങ്ങും സംഭവിക്കുന്ന സമയത്ത് അതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയാ പവർ നമുക്ക് അവിടെ സ്പെൻഡ് ആവുന്നുണ്ട്, ആ ഒരു കുറച്ച് ലോസ് അവിടെ സംഭവിക്കുന്നുണ്ട്. അതാ ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറയുന്നത്. എഡി കറന്റ് ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ മാഗ്നറ്റൈസിങ് അല്ലെങ്കിൽ നമ്മുടെ സർക്കുലേറ്റിംഗ്, നമ്മുടെ എ സി ഫ്ലക്സ് കാരണമുള്ള സർക്കുലേറ്റിംഗ് കറണ്ട്സ് ഉണ്ടാവും. ഈ സർക്കുലേറ്റിംഗ് കറണ്ട്സ് നമ്മുടെ കോറിൽ ഉള്ള റെസിസ്റ്റൻസുമായിട്ട് ആക്ട് ചെയ്യുമ്പോൾ, അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസുമായിട്ട് ആക്ട് ചെയ്യുമ്പോൾ കുറച്ച് ലോസ് നമുക്ക് ഉണ്ടാവും. ഈ രണ്ട് ലോസുമാണ് കോർ ലോസിന്റെ ഭാഗമായിട്ടുള്ള ഹിസ്റ്റെറിസിസ് ലോസും എഡി കറന്റ് ലോസും. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ അയൺ ലോസ് അല്ലെങ്കിൽ കോർ ലോസ് ആവുക. ഓക്കെ. പിന്നെ അടുത്ത് വരുന്ന സ്ട്രേ ലോസസ് ആണ്. സ്ട്രേ ലോസസ് എന്ന് പറയുമ്പോഴത്തേക്കും ലീക്കേജ് കാരണം, നേരത്തെ നമ്മൾ പറഞ്ഞത് അതിൽ ലീക്കേജ് ഉണ്ടാവാൻ പാടില്ല എന്ന്, ഫ്ലക്സ് ലീക്കേജസ്. സോ ഫ്ലക്സ് ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ അത് കാരണം ഉണ്ടാകുന്ന ലോസ് ആണ് സ്ട്രേ ലോസസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഡയലക്ട്രിക് ലോസസ്, അതായത് നമ്മുടെ ഇൻസുലേഷൻ മെറ്റീരിയൽ, അത് ട്രാൻസ്ഫോമർ ഓയിൽ ആകാം, അതല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ഇൻസുലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ആ മെറ്റീരിയലിൽ ഉണ്ടാകുന്ന ഡിറ്റീരിയറേഷൻ അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുക കാലപ്പഴക്കം സംഭവിക്കുമ്പോൾ അതിൽ വരുന്ന എന്തെങ്കിലും ഡാമേജസ്, അല്ലാത്ത ഡാമേജസ്, അതിന്റെ ഇംപ്യൂരിറ്റീസ്, ഇപ്പോൾ ട്രാൻസ്ഫോമർ ഓയിലാണെങ്കിൽ അതിന്റെ ഇംപ്യൂരിറ്റീസ്, ഇത് കാരണമൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ ഇൻസുലേഷൻ മെറ്റീരിയലിലുള്ള ഇംപ്യൂരിറ്റീസും ഡാമേജസും കാരണം ഉണ്ടാകുന്ന ലോസസ്, അതിനെയാണ് നമ്മൾ ഡയലക്ട്രിക് ലോസസ് എന്ന് പറയുക. സോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന ലോസസ് എന്ന് പറയുന്നത്. സ്പ്ലിറ്റപ്പ് 4ആയിട്ടാണ് വരുന്നത്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ കോൺസ്റ്റന്റ് ലോസ് നോക്കാം. ഇത് മെയിൻ ആയിട്ട് എന്താണ്, എല്ലാ ലോസസും എന്താണ്, ഒരു ടൈപ്പ് ഓഫ് ഹീറ്റ് ഡിസിപ്പേഷൻ ആണ്. അതായത് എന്തെങ്കിലും ഒരു തരത്തില് ഒരു എന്താ പറയാ ഒരു ഹീറ്റ് ഡിസിപ്പേഷൻ ഉണ്ടാകും. ആ ഹീറ്റ് ഡിസിപ്പേഷൻ ആണ് നമ്മൾ ഈ ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഹീറ്റ് ഡിസിപ്പേഷൻ വരുന്ന പല രീതിയിലായിരിക്കും. ഇപ്പൊ അയൺ ലോസിൽ വരുമ്പോഴത്തേക്ക് എന്താണ്, കോറിൽ ഉണ്ടാകുന്ന എന്താണ് ഓൾട്ടർനേറ്റിംഗ് ബസ്, നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും ഒരു ഓൾട്ടർനേറ്റിംഗ് എന്താ പറയുക പവറിൽ നമ്മൾ അല്ലെങ്കിൽ സപ്ലൈയിൽ നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. അത് കാരണമുള്ള ആ ഒരു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് നമ്മുടെ കോറിൽ ഉണ്ടാവും. അപ്പൊ ഈ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് കാരണം എന്താണ് കോറിൽ ചെറിയ എന്താ പറയാ ലോസസ് വരാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നേരത്തെ പറഞ്ഞു ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറയുന്നത്. സോ ആ ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ കോറിൽ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് വരുമ്പോഴത്തേക്ക് അത് ആദ്യം മാഗ്നറ്റൈസ് ചെയ്യാം, പിന്നെ ഡീമാഗ്നറ്റൈസ് ചെയ്യാം. നിങ്ങൾ നമ്മുടെ പഴയ ഹിസ്റ്റെറിസിസ് ലൂപ്പ് ഒക്കെ കണ്ടിട്ടില്ല, നമ്മുടെ ബേസിക്സ് പഠിക്കുന്ന സമയത്ത് ഒരു എസ് പോലുള്ള ഒരു ഗ്രാഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, കണ്ടിട്ടുണ്ടാവും. സോ ആ ഒരു മാഗ്നറ്റൈസിങ്ങും ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ്, സോ ഇത് കാരണമുള്ള ലോസസ് ആണ്. ഇത് കാരണമുള്ള ലോസ് അല്ലെങ്കിൽ ഹീറ്റ് ഡിസിപ്പേഷൻസ്, അതല്ലെങ്കിൽ ഇത് രണ്ടും ഈ മാഗ്നറ്റൈസിങ് ഡിമാഗ്നറ്റൈസിങ് ചെയ്യുന്ന സമയത്ത് ചെറിയ വേരിയേഷൻസ് വരാം. ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു എന്താ പറയാ മാഗ്നറ്റിക് ഡൊമൈനിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുത്തുമ്പോഴത്തേക്ക് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. ഇത് കാരണമുള്ള ഹീറ്റ്, അത് ഹീറ്റ് ഡിസിപ്പേഷൻ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഹീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ കാരണം ഉണ്ടാകുന്ന ലോസ് ആണ് ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് മെയിൻ ആയിട്ട് കോറിൽ ഉണ്ടാവുന്ന ഫ്ലക്സ് ഡെൻസിറ്റി, കോറിലുള്ള ഫ്ലക്സ് ഡെൻസിറ്റി വെച്ചിട്ടുള്ള ഒരു എന്താ പറയാ ലോസസ് ആണ് കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അയണിന് പകരം സിലിക്കൺ സ്റ്റീൽ, ഹൈ സിലിക്കൺ കണ്ടന്റ് ഉള്ള സ്റ്റീൽ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും, ഈ കോർ ലോസ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് പിന്നെ ഈ പറയുന്ന കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ലോസ്, ഇത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. ആൻഡ് പേര് പോലെ തന്നെ ഇത് കോൺസ്റ്റന്റ് ലോസ് ആയതുകൊണ്ട് ലോഡ് എന്തൊക്കെ വേരിയേഷൻ വന്നാലും, ഓക്കെ, അതായത് ഫുൾ ലോഡിലാണെങ്കിലും പാർഷ്യൽ ലോഡിലാണെങ്കിലും നോ ലോഡിലാണെങ്കിലും ഇതിന്റെ ലോസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ലോസ് കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും, വേരിയേഷൻ ഉണ്ടാകത്തില്ല. ഓക്കെ. സോ സ്പ്ലിറ്റ് അപ്പ് ഹിസ്റ്ററിസിസ് ലോസ് ഞാൻ നേരത്തെ പറഞ്ഞു. Occurs due to magnetic saturation of the in the core of the transformer. പിന്നെ it can be minimized using silicon steel material. അതായത് നേരത്തെ പറഞ്ഞു മാഗ്നറ്റൈസിങ്ങും ഡിമാഗ്നറ്റൈസിങ്ങും കാരണമുള്ള ഫ്രിക്ഷൻ വേരിയേഷൻസ് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് കാരണം ആ ഒരു പവർ എടുക്കുന്നത് കാരണമുള്ള ലോസസ്, ഇതെല്ലാം കൊണ്ടാണ് നമുക്ക് ആ ഒരു ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. സോ അപ്പോ നമുക്ക് ഈ മാഗ്നറ്റൈസിങ് ഡിമാഗ്നറ്റൈസിങ് എഫക്ട് ഹിസ്റ്ററിസിസ് ലൂപ്പ് ചെറുതായിട്ടുള്ള അതിന്റെ ഏരിയ ലൂപ്പ് ഏരിയ ചെറുതായിട്ട് വരുന്ന ഏത് മെറ്റീരിയൽ ആണോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക ആ മെറ്റീരിയൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ. സോ അപ്പോ ലോ ആയിട്ടുള്ള എന്താണ് റെസിഡ്യൂവൽ മാഗ്നറ്റിസം ഉള്ള, ഓക്കെ, റെസിഡ്യൂവൽ മാഗ്നറ്റിസം ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ഈ ഒരു എന്താ പറയാ മാഗ്നറ്റൈസിങ് ഡിമാഗ്നറ്റൈസിങ് എഫക്ട് വരുമ്പോഴത്തേക്ക് ആ വേരിയേഷൻ വരുന്നത്. സോ ലോ റെസിഡ്യൂവൽ മാഗ്നറ്റിസം ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന് കുറയ്ക്കാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ പറ്റും. സോ അതാണ് നമ്മൾ നേരത്തെ സിലിക്കൺ സ്റ്റീലിന്റെ അല്ലെങ്കിൽ ഹൈ സിലിക്കൺ കണ്ടന്റ് ഉള്ള സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ട്രാൻസ്ഫോമറിന്റെ കോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിന്റെ ഇക്വേഷൻ ആണ് WH, അതായത് ഹിസ്റ്ററിസിസ് കാരണം ഉണ്ടാകുന്ന പവർ ലോസ് എന്ന് പറയുന്നത് WH എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ഈട്ട B റൈസ് ടു 1.6 B മാക്സ് റൈസ് ടു 1.6 F ഇൻറ്റു V എന്ന് പറയുന്നത്. B എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഓക്കെ. ആൻഡ് എഡി കറന്റ് ലോസ്. എഡി കറന്റ് ലോസ് എന്ന് പറയുന്നത് ഇതും ഒരു ഹീറ്റ് ഡിസിപ്പേഷൻ തന്നെ, കൈൻഡ് ഓഫ് ഹീറ്റ് ഡിസിപ്പേഷൻ തന്നെയാണ് എഡി കറന്റ് ലോസും. വേറെ ഒന്നുമല്ല, ഫ്ലക്സ് ലിങ്കേജ്, ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ഫ്ലക്സ് ലിങ്കേജിന്റെ കാരണം ഉണ്ടാകുന്ന ഒരു ലോസ് തന്നെയാണ് ഇത്. നമ്മൾ സപ്ലൈ കൊടുക്കുന്നു, ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഉണ്ടാകുന്നു. ഈ ഫ്ലക്സ് ലിങ്ക് ചെയ്യുമ്പോഴത്തേക്കും ലിങ്കേജ് സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ നമുക്കറിയാലോ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഒരു ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലക്സ് ലിങ്കേജിൽ ഫ്ലക്സ് ഉള്ള ടൈമിൽ ഫ്ലക്സ് നിലനിൽക്കുന്ന സമയത്ത് ഒരു എന്താ പറയാ ഒരു കോർ ഉണ്ട്, അതിനകത്ത് ഒരു കോർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഫ്ലക്സ് നിൽക്കുന്ന ഏരിയയിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ EMF ജനറേറ്റ് ചെയ്യും. സോ ആ EMF കാരണം എന്താണ്, ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. സോ സർക്കുലേറ്റിംഗ് കറണ്ട്സ്, നമ്മുടെ ഫ്ലക്സ് ലിങ്കേജസ് കാരണം കോറിൽ സർക്കുലേറ്റിംഗ് കറണ്ട്സ് ഉണ്ടാവും. ഈ സർക്കുലേറ്റിംഗ് കറണ്ട്സ് നമ്മുടെ കോറിനകത്തുള്ള ആ കോറിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ആ ഇന്റേണൽ റെസിസ്റ്റൻസുമായിട്ട് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന ഒരു എന്താ പറയാ ഹീറ്റ് ഡിസിപ്പേഷൻ, അതാണ് I²R ലോസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു I²R ലോസ് ആണ് നമ്മുടെ എഡി കറന്റ് ലോസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? അപ്പോൾ സർക്കുലേറ്റിംഗ് കറണ്ട്സ് കുറയ്ക്കണം, അതായത് ഫ്ലക്സ് ലിങ്കേജസ് ത്രൂ അയൺ കോർ എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ സർക്കുലേറ്റിംഗ് കറണ്ട്സിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേസമയം ഈ അയൺ കോർ ഒരു ഒറ്റ എന്താണ് പറയുക അയൺ പീസ് യൂസ് ചെയ്യുന്നതിന് പകരം ലാമിനേറ്റഡ് ഷീറ്റ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പല പല തിൻ ഷീറ്റ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ കറന്റ് സർക്കുലേഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതേപോലെ ഈ ഷീറ്റ്സ് നമ്മൾ ലാമിനേറ്റ് ചെയ്യാണ്, പരസ്പരം ഇൻസുലേറ്റ് ചെയ്യുവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കോർ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, തിൻ ആയിട്ടുള്ള ലാമിനേറ്റഡ് ഷീറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഒരു കോർ ക്രിയേറ്റ് ചെയ്യാൻ ഉണ്ടാക്കുക എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിനെ നമ്മുടെ എന്താ പറയാ ഈ ഒരു ലാമിനേറ്റിംഗ് മെറ്റീരിയൽ വെച്ചിട്ട്, വാർണിഷ് പോലുള്ള ലാമിനേറ്റിംഗ് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ആ ഷീറ്റ്സിനെ നമ്മൾ എന്താ പറയാ അത് വാർണിഷ് അടിക്കുന്നു. അപ്പൊ അത് ഇൻസുലേറ്റഡ് ആവുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ സർക്കുലേറ്റിംഗ് കറണ്ട്സ് കമ്പാരിറ്റീവ്ലി കുറയും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് അത് കാരണമുള്ള ഹീറ്റ് ഡിസിപ്പേഷൻ അല്ലെങ്കിൽ എഡി കറന്റ് ലോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ എഡി കറന്റ് ലോസിന്റെ ഇക്വേഷൻ ഇതാണ്, E representing eddy current, which is equal to KE B max square F square T square into V. ഇതിൽ T ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലാമിനേഷന്റെ എന്താ പറയാ തിക്നെസ് ആണത് ഉദ്ദേശിക്കുന്നത്, T കൊണ്ട് ഉദ്ദേശിക്കുന്നത്. F രണ്ടിടത്ത് ഉദ്ദേശിക്കുന്നതാണ് ഫ്രീക്വൻസി ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആണ്, റിവേഴ്സൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് F കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് V എന്ന് പറയുന്നത് വോളിയം ഓഫ് ദി മാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ. അടുത്ത് വരുന്നത് കോപ്പർ ലോസ് ആണ്. കോപ്പർ ലോസിന് നമുക്ക് വൈൻഡിങ്ങിൽ സംഭവിക്കുന്ന ലോസ് ആയതുകൊണ്ട്, കോപ്പർ മെറ്റീരിയലിൽ വൈൻഡിങ്ങിൽ നടക്കുന്ന ലോസ് ആയതുകൊണ്ട് നമുക്ക് അതിനെ ഓമിക് ലോസ് എന്ന് പറയാം. കാരണം റെസിസ്റ്റൻസ് കാരണമുള്ള
ലോസ് ആണ്. സോ ഇതൊരു ഐ സ്ക്വയർ ആർ ലോസ് ആണ്. നേരത്തെ നമ്മൾ എഡി കറന്റ് ലോസ് പറഞ്ഞ പോലെ ഐ സ്ക്വയർ ആർ ലോസ് ആണ്. ആൻഡ് പ്രൈമറി വൈൻഡിങ്ങിലും സെക്കൻഡറി വൈൻഡിങ്ങിലും ഉള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ കറണ്ട് അതിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ലോസസ് ആണ് കോപ്പർ ലോസ് എന്ന് പറയുന്നത്. ഇപ്പോ നമ്മുടെ അയൺ ലോസ് ത്രൂ ഔട്ട് എന്താണ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഒരു ട്രാൻസ്ഫോമറിൽ ലോഡ് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് കറണ്ട് വേരി ചെയ്യും. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് ഐ സ്ക്വയർ ആർ ലോസ് വേരി ചെയ്യും, കോപ്പർ ലോസിൽ വേരി ചെയ്യും. കാരണം ലോഡ് വേരി ചെയ്യുന്നതിനനുസരിച്ച് കറണ്ട് വേരി ചെയ്യും, അതിനനുസരിച്ചിട്ട് എന്താണ് കോപ്പർ ലോസ് വേരി ചെയ്യും. സോ നമുക്ക് കോപ്പർ ലോസ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല, ലോഡിനനുസരിച്ചിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ലോസ് ആർ വേരിഡ് അക്കോർഡിംഗ് ടു ദ ലോഡ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് വേരിയബിൾ ലോസ്. അതുകൊണ്ടാണ് അതിനെ വേരിയബിൾ ലോസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് കറണ്ട്. കറണ്ടിന്റെ സ്ക്വയറുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് നമ്മുടെ കോപ്പർ ലോസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് വഴി കണ്ടെത്താൻ പറ്റും. നേരത്തെ അയൺ ലോസ് അല്ലെങ്കിൽ കോർ ലോസ് നമുക്ക് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് വഴി കണ്ടെത്താമെന്ന് പറഞ്ഞു. ഇവിടെ കോപ്പർ ലോസ് നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് വഴി നമുക്ക് കണ്ടെത്താൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് സ്ട്രേ ലോസ് ആണ്. സോ സ്ട്രേ ലോസ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നമുക്ക് ഫ്ലക്സിൽ ഉണ്ടാവുന്ന ലീക്കേജസ്. ഓക്കെ, അതായത് നമുക്ക് ഇനിഷ്യലി ഉള്ള ഫ്ലക്സിൽ ഉണ്ടാവുന്ന ലീക്കേജസ്, സ്ട്രേ ആയിട്ടുള്ള ലോസ് ഉണ്ടാവാം. ലീക്കേജിനാണ് സ്ട്രേ ആയിട്ട് പോകുന്ന ആ ലീക്കേജ് കാരണം ഉണ്ടാകുന്ന എന്താണ് ലോസസിനെയാണ് നമ്മൾ സ്ട്രേ ലോസ് എന്ന് പറയുന്നത്. ഇനി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അയൺ ലോസും കോപ്പർ ലോസും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ഒരു ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന ലോസസും ഈ പറയുന്ന അയൺ ലോസും കോപ്പർ ലോസും കാരണമാണ്. ശരിക്കും അയൺ ലോസ് എന്ന് പറഞ്ഞാൽ റഫ്ലി ഒരു ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന ടോട്ടൽ ലോസിന്റെ ഒരു 25% ഈ കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് ആണ്. ആൻഡ് ബാക്കിയുള്ള ഒരു എത്ര ഒരു 80 അല്ലെങ്കിൽ ഒരു 70% ലോസും കോപ്പർ ലോസ് കാരണമാണ്. ആൻഡ് ബാക്കിയുള്ള വളരെ തുച്ഛമായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് മാത്രമാണ് സ്ട്രേ ലോസും ഡയലക്ട്രിക് ലോസും കാരണം വരുന്നത്. ഓക്കെ, സോ ഇതിന്റെ വാല്യൂ വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ചെറിയ ട്രാൻസ്ഫോമേഴ്സിൽ നെഗ്ലക്ട് ചെയ്ത് കളയാം. വലിയ ട്രാൻസ്ഫോമേഴ്സ് വരുമ്പോൾ നമുക്ക് അത് നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതിനനുസരിച്ച് ട്രാൻസ്ഫോമറിന്റെ എന്താ പറയാ വോൾട്ടേജും കറണ്ടിന്റെ ഒക്കെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് ആ ലോസ് ചിലപ്പോൾ കൂടുതൽ വന്നേക്കാം. പക്ഷേ ചെറിയ ട്രാൻസ്ഫോമേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ വാല്യൂ കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ട് നമുക്ക് അതിനെ നെഗ്ലക്ട് ചെയ്ത് കളയാവുന്നതാണ്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി മച്ച് ലോവർ കമ്പയർഡ് ടു എന്താണ് നമ്മുടെ അയൺ ലോസ് ആൻഡ് കോപ്പർ ലോസ്. അടുത്ത് വരുന്ന ഡയലക്ട്രിക് ലോസ്. നമ്മുടെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ, ട്രാൻസ്ഫോമറിന്റെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൽ ഉണ്ടാവുന്ന എന്താ പറയാ ഡാമേജ്, ഡിറ്റീരിയറേഷൻ, ക്വാളിറ്റിയിലുള്ള ചേഞ്ചസ്, ഇതൊക്കെ കാരണം വരുന്ന എന്താ ലോസ്, അതുവഴി ട്രാൻസ്ഫോമറിൽ ഉണ്ടാവുന്ന എഫിഷ്യൻസി കുറവ്, ഇതൊക്കെയാണ് നമ്മുടെ ഡയലക്ട്രിക് ലോസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡയലക്ട്രിക് ലോസ് മെയിൻ ആയിട്ടുള്ള ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ട്രാൻസ്ഫോമറിൽ വരുന്ന ഏതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ ഓയിലാണ്. ഈ അതുപോലെ ചില സോളിഡ് ഇൻസുലേഷൻസ് വരുന്ന ഭാഗങ്ങൾ. ഓക്കെ, സോ സോളിഡ് ഇൻസുലേഷൻസ് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സിൽ ആ ഇൻസുലേഷൻ വരുന്ന ഭാഗം. ഓക്കെ, സോ ഈ വരുന്ന സോൾഡ് ഇൻസുലേഷൻസിൽ എന്തെങ്കിലും ഡാമേജ് വരികയോ ട്രാൻസ്ഫോമർ ഓയിലിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും എന്താ പറയാ ഇംപ്യൂരിറ്റീസ് വല്ലതും കയറി മോശമായി വരികയോ അത് ഡാമേജ് ആവുകയോ ചെയ്യുന്ന സമയത്ത് ഇതിൽ നമുക്ക് ഡയലക്ട്രിക് ലോസ് എന്ന് പറയാം അതിനെ. സോ ഈ ലോസ് കാരണം ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസീസ് കുറച്ച് കുറയുന്നുണ്ടാകും. ബട്ട് ഈ രണ്ടും ഓവർ എന്താ പറയാ നമുക്ക് കുറെ രണ്ടുമല്ല, ഡയലക്ട്രിക് ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓവർ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം കുറെ നാൾ കഴിയുമ്പോഴായിരിക്കും ഈ ഡാമേജസ് കാര്യമൊക്കെ വരിക അല്ലെ. പുതിയൊരു ട്രാൻസ്ഫോമറിൽ ഇനിഷ്യലി നമ്മുടെ ഓയിലിന് എന്തെങ്കിലും ഇംപ്യൂരിറ്റീസോ അല്ലെങ്കിൽ ഇൻസുലേഷൻസ് എന്തെങ്കിലും ഡാമേജ് വരും, ചാൻസ് വളരെ കുറവാണ്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫോൾട്ട് സംഭവിക്കണം. അല്ലാത്തിടത്തോളം കുറെ നാൾ കഴിയുമ്പോഴത്തേക്കുമാണ് ഈ ഒരു ലോസും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ടാവും. സോ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് കുറയ്ക്കാൻ എങ്ങനെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന എന്താ പറയാ ഫ്രീക്വന്റ്ലി നമുക്ക് ഓയില് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി അല്ല പീരിയോഡിക്കലി നമ്മൾ ആ ഓയിലിന്റെ ക്വാളിറ്റി, ട്രാൻസ്ഫോമർ ഓയിൽ ആണെങ്കിൽ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. പിന്നെന്താണ് അതിൽ എന്തെങ്കിലും ഡാമേജസ് വന്നിട്ടുണ്ടോ, ഇംപ്യൂരിറ്റീസ് കടന്നുകൂടിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അത് വരാതിരിക്കാനുള്ള മെഷേഴ്സ് എടുക്കുക. പിന്നെ സോൾഡ് ഇൻസുലേഷൻസ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് മെയിൻ്റനൻസ് പീരിയോഡിക്കലി ചെയ്ത് കഴിഞ്ഞാൽ ഡയലക്ട്രിക് ലോസ് നമുക്ക് കുറയും. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് വരുന്ന ലോസസും, ഇതൊക്കെയാണ് അതിനെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതിനെ കുറയ്ക്കാൻ ലോസസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അടുത്ത് വരുന്നത് നമുക്ക് OC-SC ടെസ്റ്റ് ആണ്, അതായത് ഓപ്പൺ സർക്യൂട്ട് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഇൻ എ ട്രാൻസ്ഫോമർ.
ഞാൻ നേരത്തെ പറഞ്ഞ കോർ ലോസും കോപ്പർ ലോസും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളാണ് OC ടെസ്റ്റും SC ടെസ്റ്റും. സോ ആദ്യം OC ടെസ്റ്റ് നമുക്ക് നോക്കാം, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്. ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, ഹൈ വോൾട്ടേജ് സൈഡ്, ട്രാൻസ്ഫോമറിന്റെ ഹൈ വോൾട്ടേജ് സൈഡ് നമ്മൾ ഓപ്പൺ ആക്കി ഇടും. അതാണ് സോ ആ നെയിം വന്നത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്. കാരണം അതിന്റെ ഹൈ വോൾട്ടേജ് സൈഡ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ആക്കി ഇട്ടേക്കുക, ഓപ്പൺ ആക്കി ഇട്ടേക്കുക. ആൻഡ് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ടെസ്റ്റ് നമ്മൾ പെർഫോം ചെയ്യുന്ന എവിടെ ആയിരിക്കും? ഓപ്പൺ അല്ലാത്ത സൈഡിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ലോ വോൾട്ടേജ് സൈഡ്, ഹൈ വോൾട്ടേജ് നമ്മൾ ഓപ്പൺ ആയിട്ട് ഇടുമ്പോൾ ലോ വോൾട്ടേജ് സൈഡിലായിരിക്കും നമ്മളിത് ചെയ്യുന്നുണ്ടാവുക. സോ ലോ വോൾട്ടേജ് സൈഡിൽ നമ്മൾ ഈ പറയുന്ന ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണ്. സോ ഇത് എന്തുകൊണ്ട് നമ്മൾ ഹൈ വോൾട്ടേജ് സൈഡിൽ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈ വോൾട്ടേജ് സൈഡിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താണ്, നോ ലോഡിൽ, ഇത് നമ്മൾ മിക്കവാറും നോ ലോഡിലാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ലോഡ് വന്നാലും ഇത് സെയിം തന്നെയാണ്, അതായത് നമ്മുടെ കോർ ലോസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. സോ അപ്പോൾ നോ ലോഡിൽ നമുക്ക് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നോ ലോഡിൽ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, ഹൈ വോൾട്ടേജ് സൈഡിലെ കറണ്ട് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. കാരണം ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഹൈ വോൾട്ടേജ് സൈഡിലെ കറണ്ടിന്റെ വാല്യൂ, വോൾട്ടേജിന്റെ വാല്യൂ ഓൾമോസ്റ്റ് ഇൻഫിനിറ്റി വരുമ്പോഴത്തേക്ക് എന്താണ്, കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സീറോ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ലോ വോൾട്ടേജ് സൈഡിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ലോ വോൾട്ടേജ് സൈഡിൽ നമ്മൾ ഈ പറയുന്ന വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, അതുപോലെ വാട്ട് മീറ്റർ എല്ലാം നമ്മൾ കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ നോർമൽ റേറ്റഡ് വോൾട്ടേജിലുള്ള ഒരു സപ്ലൈ നമ്മൾ ലോ വോൾട്ടേജ് സൈഡിൽ കൊടുക്കും. എന്നിട്ട് ആ സമയത്ത് അതിലുള്ള വോൾട്ടേജ് വാല്യൂ, നമ്മുടെ കറണ്ട് വാല്യൂ, അതുപോലെ വാട്ട് മീറ്റർ റീഡിങ്സ് എല്ലാം എടുത്തിട്ട് അതിന്റെ ബേസിസിലാണ് നമ്മൾ എന്താണ് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ഈ നോ ലോഡ് റെസിസ്റ്റൻസും അതുപോലെ മാഗ്നറ്റൈസേഷൻ റിയാക്ടൻസും എല്ലാം കണ്ടുപിടിക്കുന്നത്. അതിന്റെ ബേസിസിൽ നമുക്ക് കോർ ലോസിന്റെ അയൺ ലോസിന്റെ വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അതേസമയം ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, ഇതിന്റെ ലോ വോൾട്ടേജ് വൈൻഡിങ് നമ്മൾ ഷോർട്ട് ചെയ്യും. ഓക്കെ, ലോ വോൾട്ടേജ് വൈൻഡിങ്, മറ്റേ ഹൈ വോൾട്ടേജ് വൈൻഡിങ് ഓപ്പൺ ആക്കി ഇടുമ്പോഴത്തേക്കും ഇവിടെ ചെയ്യുന്ന വെച്ചാൽ ലോ വോൾട്ടേജ് വൈൻഡിങ് ഷോർട്ട് ചെയ്യും. എന്നിട്ട് ഇപ്പോൾ ലോ വോൾട്ടേജ് വൈൻഡിങ് നമ്മൾ ഷോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിലായിരിക്കും നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൈ വോൾട്ടേജ് വൈൻഡിങ് സൈഡിൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റേറ്റഡ് വോൾട്ടേജിന്റെ 5 to 10% അത്രയും വളരെ ചെറിയ, അതായത് സീറോയിൽ നിന്ന് പയ്യെ 5 to 10% റേഞ്ചിലുള്ള റേറ്റഡ് വോൾട്ടേജിലോട്ട് നമ്മൾ പയ്യെ സപ്ലൈ കൊടുക്കും ആദ്യം. ഓക്കെ, ഒരു വേരിയിങ് സപ്ലൈ വെച്ചിട്ട് പയ്യെ കൂട്ടി നമ്മളൊരു 5-10% നമ്മൾ റേറ്റഡ് വോൾട്ടേജ് എത്തുമ്പോഴത്തേക്കും ഒരു എക്സ്പെക്ടഡ് റേറ്റഡ് കറണ്ടിൽ, അതായത് നമുക്ക് ആ ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിൽ വരുന്ന ഒരു റേറ്റഡ് കറണ്ട് നമുക്ക് അവിടെ റിസീവ് ചെയ്യും. കാരണം കുറച്ച് വോൾട്ടേജ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ചിട്ടുള്ള കറണ്ട് നമുക്ക് അവിടെ വരും. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ്, ആ ടൈമിലുള്ള വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, അതുപോലെ വാട്ട് മീറ്റർ റീഡിങ്സ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താ പറയാ ഈ നമ്മുടെ കോപ്പർ ലോസ് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ നമ്മുടെ ഹൈ വോൾട്ടേജ് വൈൻഡിങ് സൈഡിലാണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ലോ വോൾട്ടേജ് വൈൻഡിങ് സൈഡ് നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിൽ നമ്മുടെ എന്താ പറയാ റേറ്റഡ് വോൾട്ടേജിൽ നമ്മൾ റേറ്റഡ് വോൾട്ടേജിന്റെ 5 to 10% ലെവലിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒരു റേറ്റഡ് കറണ്ട് ഇതിലേക്ക് പാസ് ചെയ്യുന്നുണ്ടാവും. ആ കറണ്ട് പാസ് ചെയ്യുന്ന ടൈമിനായിരിക്കും നമ്മൾ ഈ ഒരു വാല്യൂ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് എന്താ പറയാ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതും അതിന്റെ ബേസിസിൽ നമ്മൾ എന്താ ഈ പറയുന്ന കോപ്പർ അല്ലെങ്കിൽ വൈൻഡിങ്ങിൽ ഉണ്ടാവുന്ന ലോസ് നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ്, നമുക്ക് ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ലോഡിലുള്ള നമ്മുടെ എന്താണ് കോപ്പർ ലോസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫുൾ ലോഡിലുള്ള കോപ്പർ ലോസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇതില് നമ്മുടെ കോർ ലോസിന്റെ അംശം വളരെ വളരെ കുറവായിരിക്കും, നെഗ്ലിജിബിൾ ആയിരിക്കും. അതിന്റെ റീസൺ വേറൊന്നുമല്ല, നമ്മൾ മറ്റേ നമ്മുടെ എന്താ പറയാ ലോ വോൾട്ടേജ് വൈൻഡിങ് നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഫുൾ ലോഡിലുള്ള നമ്മുടെ എന്താ പറയാ കോപ്പർ ലോസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. സെയിം ടൈം
ഹൈ വോൾട്ടേജ് വൈൻഡിങ് സൈഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സീറോയിൽ നിന്ന് പയ്യെ പയ്യെ നമ്മൾ കൂട്ടി കൂട്ടി റേറ്റഡ് കറണ്ട് കിട്ടുന്നവരെ ഒരു 5 to 10% ഓഫ് ദ ഇനിഷ്യൽ നമ്മുടെ റിക്വയർഡ് അല്ലെങ്കിൽ റേറ്റഡ് വോൾട്ടേജിന്റെ 5 to 10% കിട്ടുന്നവരെ ആയിരിക്കും നമ്മൾക്ക് കൂട്ടുന്നുണ്ടാവുക. അപ്പോൾ 5 to 10% ഓഫ് റേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് കോർ ലോസസ് അത്രത്തോളം കുറവായിരിക്കും. കാരണം ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അത്രയും വളരെ കുറവായിരിക്കും. 5% 10% ഒക്കെ ആയിരിക്കും ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് കാരണം കോറിൽ ഉണ്ടാകുന്ന ലോസസ് എന്ന് പറഞ്ഞാൽ വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. അപ്പോൾ OC ടെസ്റ്റ്, അതായത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോപ്പർ ലോസ് ഒന്നും കാണത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി സൈഡ് അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് സൈഡ് നമ്മൾ ഓപ്പൺ ആക്കി ഇട്ടേക്കുന്നുണ്ട്. അതായത് കോപ്പർ ലോസ് അതിൽ വരുന്നേ ഇല്ല. അപ്പോൾ നമുക്ക് പ്യോർലി നമുക്ക് എന്താണ് പറയാ, നമ്മുടെ കോർ ലോസ് ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് വാട്ട് മീറ്റർ റീഡിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. സെയിം ടൈം ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോർ ലോസ് എന്ന് പറഞ്ഞാൽ വളരെ നെഗ്ലിജിബിൾ വാല്യൂ ആയിരിക്കും. കാരണം നമ്മൾ ഇനിഷ്യൽ വോൾട്ടേജ് കൊടുക്കുന്ന അല്ലെങ്കിൽ റേറ്റഡ് വോൾട്ടേജിന്റെ 5 to 10% നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ കോർ ലോസ് എന്ന് പറയുന്നത് വളരെ മിനിമൽ ആയിരിക്കും, നെഗ്ലിജിബിൾ ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫുൾ ലോഡിലുള്ള കോപ്പർ ലോസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതാണ് നമ്മൾ കോപ്പർ ലോസും അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റും ഓപ്പൺ സർക്യൂട്ടും ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത്. ഇത് രണ്ടും കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ ഈസിയർ ആയിരിക്കും. കാരണം കോപ്പർ ലോസും കോർ ലോസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ. ഓക്കെ, സോ നെക്സ്റ്റ് കംസ് എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ. നമ്മുടെ എഫിഷ്യൻസി എപ്പോഴും പറയുന്നത് എന്താണ്, ഔട്ട്പുട്ട് ടു ഇൻപുട്ടിന്റെ റേഷ്യോ ആണ്. ഓക്കെ, ഔട്ട്പുട്ട് പവർ ടു ഇൻപുട്ട് പവർ, ആ റേഷ്യോ ആണ് നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈറ്റ എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ട്. സോ ഈറ്റ ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. ഇനി നേരത്തെ പറഞ്ഞു ട്രാൻസ്ഫോമേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഡിവൈസസ് എന്ന് പറയുന്നത്. ആൻഡ് എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ലോഡ് എഫിഷ്യൻസി വരുന്നത് ഫ്രം 95 to 98.5% വരെ വരുന്നുണ്ട്. ഓക്കെ, ഒരു ട്രാൻസ്ഫോമറിന്റെ ഫുൾ ലോഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ആൻഡ് എഫിഷ്യൻസി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈറ്റ ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് പവർ എന്നുള്ള രീതിയിൽ കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഔട്ട്പുട്ട് പവർ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം, ഇൻപുട്ട് പവർ മൈനസ് ലോസസ്, ആ രീതിയിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അങ്ങനെ വരുമ്പോഴത്തേക്കും 1 മൈനസ് ലോസസ് ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ എന്നുള്ള രീതിയിൽ നമുക്ക് എഫിഷ്യൻസി ഡിഫൈൻ ചെയ്യാം. സോ ഈ മൂന്ന് രീതിയിൽ നമുക്ക് അതിനെ ഈ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ എന്താ പറയുക മെൻഷൻ ചെയ്യാം അല്ലെങ്കിൽ കണ്ടുപിടിക്കാം. ഇനി കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി. ഒരു ട്രാൻസ്ഫോമർ എപ്പോഴാണ് അതിന്റെ പീക്ക് എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു എന്താ പറയാ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ കോപ്പർ ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമുക്ക് I1² R1 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. അയൺ ലോസിന് നമുക്ക് WI എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. ഇതിന്റെ എഫിഷ്യൻസി ഇക്വേഷൻ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ 1 മൈനസ് ലോസസ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുവാണെങ്കിൽ ലോസസ് നമുക്ക് ഏതൊക്കെയാ വരിക, കോപ്പർ ലോസും അയൺ ലോസും ആണ്. സോ മാക്സിമം വരുന്ന കോപ്പർ ഫുൾ ലോഡിലുള്ള കോപ്പർ ലോസും അതുപോലെ എന്താ പറയാ നമ്മുടെ കോർ ലോസും ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് 1 മൈനസ് I1² R1 പ്ലസ് WI വിച്ച് ഇസ് ദ അയൺ ലോസ് ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് V1 I1 cos phi. സോ അതാണ് നമ്മുടെ ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് cos phi 1. ആൻഡ് ഈറ്റ വിൽ ബി ഈക്വൽ ടു 1 മൈനസ് I1 R1 by V1 cos phi 1 minus WI by V1 I1 cos phi 1. ഇത് എങ്ങനെ സ്പ്ലിറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ I1² R1 പോർഷനെ ഡിവൈഡ് ബൈ V1 I1 cos phi ആക്കി, അതേപോലെ അതിനെ സ്പ്ലിറ്റ് ആക്കി. I1² R1നെയും WI നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ താഴെ എഴുതിയിരിക്കുന്നതാണ്. ആൻഡ് I1ന്റെ ടേംസിൽ നമ്മൾ ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഈറ്റ എന്നുള്ളത് ഡി ഈറ്റ ബൈ ഡി I1 എന്നുള്ള രീതിയിലാവും. 1 0 ആവും. I1 R1 ബൈ V1 cos phi 1 എന്നുള്ളത് R1 ബൈ V1 cos phi 1 എന്നുള്ള രീതിയിലാകും. ആൻഡ് WI ഡിവൈഡഡ് ബൈ V1 I1 cos phi 1 എന്നുള്ളത് നമുക്ക് മൈനസ് W1 ബൈ V1 I1² cos phi 1 എന്നുള്ള രീതിയിൽ ആവും. സോ ആ മൈനസും മേളിലത്തെ മൈനസും കൂടെ ക്യാൻസൽ ഔട്ട് ചെയ്യുന്നതാണ് നമുക്ക് അവിടെ പ്ലസ് ആവുന്നത്. ഓക്കെ, സോ ഫൈനലി നമ്മൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യും. ആൻഡ് റീഅറേഞ്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് എഫിഷ്യൻസി മാക്സിമം എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ നമ്മുടെ ഡെറിവേറ്റീവ് പോർഷൻ. ഓക്കെ, ഈ നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് എടുത്തില്ല, ഡിഫറൻഷിയേഷൻ ചെയ്തില്ല. ആ ഡിഫറൻഷിയേറ്റിംഗ് എലമെന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആവുമ്പോഴാണ് എഫിഷ്യൻസി മാക്സിമം ആവുന്നത്. സോ ആ ഒരു കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ
റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ആ യൂണിറ്റ് വിൽ ബി ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്താ പറയാ മാക്സിമം എഫിഷ്യൻസി ആണെന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് മൈനസ് R1 ബൈ V1 കോസ് φ1 പ്ലസ് WI ഡിവൈഡഡ് ബൈ V1 I1 സ്ക്വയർ കോസ് φ1 ഇത് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. ഒരു ഇതിലൊരു പോർഷൻ എന്ന് പറയുന്നത് R1 ബൈ V1 കോസ് φ1 എന്ന് പറയുന്നത് മൈനസ് ആയതുകൊണ്ട് അതിനെ ഇക്വേഷന്റെ അപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ കൊണ്ടുവരാം. സോ R1 ബൈ V1 കോസ് φ1 will be equal to WI1 by V1 I1 സ്ക്വയർ കോസ് φ1 എന്നുള്ള രീതിയിലാവും. ഇവിടെ നമ്മൾ വീണ്ടും നമ്മൾ റീഅറേഞ്ച് ചെയ്യുക. ഫൈനലി നമുക്ക് I1 സ്ക്വയർ R1 will be equal to WI എന്നുള്ള രീതിയിൽ ഒരു ഇക്വേഷൻ ഫൈനലി നമുക്ക് കിട്ടും. ഇതിൽ I1 സ്ക്വയർ R1 എന്ന് പറയുന്നത് നമുക്കറിയാം എന്തായിരുന്നു, ഇവിടെ പറഞ്ഞു നമ്മുടെ കോപ്പർ ലോസ് എന്ന് പറയുന്നത്, ആൻഡ് WI എന്ന് പറയുമ്പോൾ നമ്മുടെ അയൺ ലോസ് എന്ന് പറയുന്നത്. സോ അയൺ ലോസും കോപ്പർ ലോസും ഈക്വൽ ആവുന്ന എപ്പോഴാണോ ആ സമയത്താണ് നമ്മുടെ എന്താ പറയാ നമ്മുടെ ട്രാൻസ്ഫോമർ പീക്ക് എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ദ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ വിൽ ബി മാക്സിമം വെൻ ദ കോപ്പർ ലോസ് ആൻഡ് അയൺ ലോസസ് ആർ ഈക്വൽ. കോപ്പർ ലോസും അയൺ ലോസും ഈക്വൽ ആവുന്ന സമയത്താണ് ട്രാൻസ്ഫോമറിന് പീക്ക് എഫിഷ്യൻസി കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സോ ആണ് നമ്മുടെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നോക്കിക്കോളാം കേട്ടോ. അടുത്ത് വരുന്ന ഓൾ ഡേ എഫിഷ്യൻസി. ഇത് മെയിൻ ആയിട്ട് ഓൾ ഡേ എഫിഷ്യൻസി കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിനാണ്. കാരണം വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ നമ്മുടെ 24 hours നമുക്ക് അത് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇതെപ്പോഴും എനർജൈസ്ഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ 24 hours ഇതിന്റെ എന്താ പറയുക എഫിഷ്യൻസി ഒരു ട്രാൻസ്ഫോമറിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ 24 മണിക്കൂറത്തെയും എന്താ പറയുക എഫിഷ്യൻസിയുടെ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ എഫിഷ്യൻസി കൺസിഡർ ചെയ്യുന്നതാണ് ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇതില് വ്യത്യാസം നമ്മുടെ നോർമൽ എഫിഷ്യൻസി ഒരു എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമറും ഓൾ ഡേ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമറും തമ്മിലുള്ള വേരിയേഷൻ വേറൊന്നുമല്ല. ഓൾ ഡേ എഫിഷ്യൻസി കമ്പാരിറ്റീവ്ലി എന്താണ് നോർമൽ എഫിഷ്യൻസിയെക്കാട്ടിയും കുറവായിരിക്കും. അതിന്റെ റീസൺ വേറൊന്നുമല്ല, ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് പല ലോഡിന്റെയും അനുസരിച്ചിട്ടുള്ള വേരിയേഷൻ അതിൽ വരുന്നുണ്ടാവും. ഓക്കെ, അതായത് ചിലപ്പോൾ പീക്ക് ലോഡിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക ട്രാൻസ്ഫോമർ, ചിലപ്പോൾ ഹാഫ് ലോഡിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക, ചിലപ്പോൾ 3/4 വർക്ക് ചെയ്യുന്നുണ്ടാവുക, ചിലപ്പോൾ ക്വാർട്ടർ ലോഡിലായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ പല എന്താ പറയുക ലോഡ് പൊസിഷൻസ് അല്ലെങ്കിൽ ലോഡിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഈ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. 24 hours പല ലോഡ് പീരീഡ്സ് ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് വേരി ചെയ്യും. ആൻഡ് അത് മാത്രമല്ല 24 hours ഇത് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ കോൺസ്റ്റന്റ് ലോസ് അല്ലെങ്കിൽ കോർ ലോസ് എപ്പോഴും അതിൽ ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിന്റെ എല്ലാം കൂടെ സം എടുക്കുമ്പോൾ നമുക്ക് ഒരു എന്താ പറയാ ഒരു ട്രാൻസ്ഫോമറിന്റെ പീക്ക് എഫിഷ്യൻസി വരുന്നതിനെക്കാട്ടിയും എപ്പോഴും ഓൾ ഡേ എഫിഷ്യൻസി കുറവായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഓൾ ഡേ എഫിഷ്യൻസി ഈക്വൽ ടു എനർജി ഔട്ട്പുട്ട് ഓവർ 24 hours ഡിവൈഡഡ് ബൈ എനർജി ഇൻപുട്ട് ഓവർ 24 hours എന്ന് പറയാം. അല്ലെങ്കിൽ എനർജി ഔട്ട്പുട്ട് ഓവർ 24 hours ഡിവൈഡഡ് ബൈ എനർജി ഔട്ട്പുട്ട് ഓവർ 24 hours പ്ലസ് എനർജി ലോസസ് ഓവർ 24 hours. സോ ഇതിൽ എനർജി ലോസസ് ഓവർ 24 hours കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഓൾ ഡേ എഫിഷ്യൻസി എന്താണ് ഈ നോർമൽ എഫിഷ്യൻസി ഒരു എന്താ പറയുക ട്രാൻസ്ഫോമറിന്റെ നോർമൽ എന്താ പറയുക എഫിഷ്യൻസിയെ കാട്ടിയും അത് കുറവ് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, ആൻഡ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ ഓൾ ഡേ എഫിഷ്യൻസി കൂട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റന്റ് ലോസ് കോർ ലോസ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, കോൺസ്റ്റന്റ് ലോസ് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ട്രാൻസ്ഫോമറിന്റെ കോൺസ്റ്റന്റ് ലോസ് മാക്സിമം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓൾ ഡേ എഫിഷ്യൻസി നമുക്ക് കുറെ കൂടെ ബെറ്റർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിലൊരു ചെറിയൊരു ട്രേഡ് ഓഫ് ഉണ്ട്. കോൺസ്റ്റന്റ് ലോസ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു കോൺസ്റ്റന്റ് ലോസ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പീക്ക് എഫിഷ്യൻസി ഉണ്ടല്ലോ, ഇതിന്റെ പീക്ക് എഫിഷ്യൻസി എപ്പോഴായിരിക്കും എന്ന് പറഞ്ഞു, അതിന്റെ കോപ്പർ ലോസും അയൺ ലോസും സെയിം ആകുമ്പോഴാണ്. ഓക്കെ, കോപ്പർ ലോസും അയൺ ലോസും സെയിം ആകുമ്പോഴാണ് നമുക്ക് അതിന്റെ മാക്സിമം എഫിഷ്യൻസിയിൽ ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതേസമയം നമ്മൾ ഈ ഒരു ഓൾ ഡേ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കോർ ലോസ് നല്ല രീതിയിൽ കുറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ എന്താ പറയാ മെയിൻ എഫിഷ്യൻസി നമുക്ക് മാക്സിമം ഇതിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു ട്രാൻസ്ഫോമറിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ ഓൾ ഡേ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി നമ്മൾ അതിന്റെ കോർ ലോസ് കുറച്ച് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ എന്താ പറയാ പീക്ക് എഫിഷ്യൻസി അല്ലെങ്കിൽ അതിന്റെ മാക്സിമം എഫിഷ്യൻസിയിൽ നമുക്ക് അതിനെ വർക്ക് ചെയ്യിക്കാൻ പാടായിരിക്കും. ഓക്കെ,
പക്ഷേ ഓവറോൾ എടുക്കുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ലോസസ് കമ്പാരിറ്റീവ്ലി കുറവ് വരുന്നത് കൊണ്ട് അതിന്റെ എന്താ പറയുക ഓൾഡ് എഫിഷ്യൻസി എപ്പോഴും നമുക്കത് ബെറ്റർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു ട്രേഡ് ഓഫ് ആയിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, സോ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ.